സ്വത്തിന്റെ നേർ പകുതി പിരിച്ചു തരാൻ പറയണം. കൊച്ചേട്ടന് അവകാശപ്പെട്ട സ്വത്ത് വെച്ച് അനുഭവിക്കാൻ സുശീല ചേച്ചിക്ക് എന്താ അവകാശം? അല്ല, സരോജി എന്താ എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഈ ആവണശ്ശേരി രാജ്യമ്മ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കൂ? സുശീലയുടെ കയ്യിലുള്ള സ്വത്തിന്റെ നേർപകുതി സുകുമാരന്റെ പേർക്ക് അവൾ എഴുതി വെക്കുന്നത് വരെ ഞാൻ ഈ യുദ്ധം തുടരും. യാതൊരു സംശയവും വേണ്ട. അതെ, തൽക്കാലം അവര് കുക്ക് ചെയ്യുന്ന ഭക്ഷണമല്ലേ നിങ്ങൾ കഴിക്കുന്നത്? അത് ശരിയല്ല. ഒരു വിട്ടുവീഴ്ചയ്ക്കും പോകരുത്. ശത്രുക്കളായി നിന്നാലേ യുദ്ധത്തിന് ശക്തി ഉണ്ടാവൂ. വെയ്പ്പ് രണ്ടാക്കണം. നിങ്ങൾക്കൊരടുക്കള, അവർക്ക് വേറെ അടുക്കള. വീട് രണ്ടായി ഭാഗിക്കാൻ പറയണം. ഒരു നില നിങ്ങൾക്ക്, ഒരു നില അവർക്ക്. പിന്നെ കേറി ചെല്ലുന്ന ഹാൾ കോമൺ ആക്കണം. വേറെ വഴിയില്ലല്ലോ. ഒരു കാര്യം ചെയ്താ മതി. മരം കൊണ്ട് ഒരു വേലി കെട്ടി ഹാളിന്റെ മധ്യത്തിലങ്ങ് വെക്ക്. അത് വളരെ ശരിയാ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടു. ആ കടമുറിയുടെ വാടക പിരിച്ചെടുക്കാനേ ഈ ആഴ്ച ഞാനും സുകുമാരനും കൂടിയാ പോയത്. വാടക കൂട്ടണമെന്ന് ബഹളം വെക്കുകയായിരുന്നു സുഭദ്ര. ഞങ്ങൾ ചെന്ന ഉടനെ തുക കൂട്ടണ്ട, 6 മാസം കഴിഞ്ഞിട്ട് തീരുമാനിക്കാതും പറഞ്ഞു. ഇപ്പൊ എന്തായി? കടക്കാരെല്ലാം സുകുമാരന്റെ പക്ഷം. ഞങ്ങള് വാടക പിരിക്കാൻ പോയത് അറിയാതെ അമ്മയും മോളും വാടക പിരിക്കാൻ ചെന്നു. നാണിച്ച പുളിശ്ശേരി കുടിച്ചു. പിന്നെ സുഭദ്ര അവരോട് ദേഷ്യപ്പെട്ടപ്പോ ഒരു കച്ചവടക്കാരൻ പൂവും കായും വെച്ച് വർത്താനം പറഞ്ഞ് അവര് ഓടിച്ചു. വീട്ടിൽ വന്ന് സുശീലോക ബഹളം. സുകുമാരൻ ഇടയ്ക്കൊന്ന് തളരും, പാവല്ലേ. അപ്പൊ ഞാൻ ജാക്കി വെച്ച് പൊക്കി കൊടുക്കും. ഇപ്പൊ സുശീലയ്ക്ക് മനസ്സിലായി സ്വത്ത് ഭാഗം വെച്ച് തന്നേ മതിയാവൂന്ന്. രാജമ്മ ചേച്ചി ഈ ചൂടിലങ്ങ് മുന്നോട്ട് പോയാൽ കാര്യം ശരിയാവും. ഭാഗം വെക്കുമ്പോ കരുണാലയം കൊച്ചേട്ടന്റെ ഭാഗത്ത് വേണമെന്ന് രാജമ്മ ചേച്ചി പറ. സ്ഥലം കിടപ്പുണ്ടല്ലോ. സുശീല ചേച്ചിയും സുഭദ്രയും വേറൊരു വീട് വെക്കട്ടെ. ദേ, ഞാൻ വാങ്ങിയത് 50 ലക്ഷത്തിന്റെ വീടാ. അവിടെ സരോജും മോനും താമസം തുടങ്ങിയോ? പിന്നെ ദിവസം എത്രയായി? പാലുകാച്ച് നടന്നത് മുതൽ എനിക്ക് വിടാതൊരു തലവേദന. ദൃഷ്ടിയായിരിക്കും. ഓ, സരോജ മോൾ എന്താ പാലുകാച്ചൻ എന്നെ വിളിക്കാഞ്ഞത്? അത് പിന്നെ രാജമ്മ ചേച്ചിയെ മാത്രമായിട്ട് വിളിക്കാൻ പറ്റൂ. പിന്നെ കൊച്ചേട്ടനെ നളിനിയും വിളിക്കുമ്പോ സുശീല ചേച്ചിയെ സുഭദ്രയും വിളിക്കണ്ടേ? ഓ, സാരല്ല, ഞാനൊരു ദിവസം വന്ന് കണ്ടോളാം. വന്നാ പോരാ, ചേച്ചി ഒരു ദിവസം എന്റെ കൂടെ 50 ലക്ഷം രൂപ വിലയുള്ള ആ വീട്ടിൽ താമസിക്കാൻ വേണം. സുകുമാരന്റെ സംരക്ഷണ ചുമതല സുശീലയ്ക്ക് നൽകിയത് നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കൊണ്ടാണ്. ഇങ്ങനെ വീണ്ടും ഒരു വീതം വയ്പ് വേണ്ടിവരുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. സുകുമാരൻ പോലും. എങ്ങനെ വന്നു ഈ മാറ്റം? സുകുമാരൻ എന്താ സംഭവിച്ചത്? കല്യാണം കഴിഞ്ഞാൽ ചില പുരുഷന്മാർ ഭാര്യദാസന്മാരായി മാറുമെന്ന് കേട്ടിട്ടുണ്ട്. ഇവരെയാണ് നമ്മുടെ നാട്ടുഭാഷയിൽ പെൺകോന്തന്മാരെന്ന് വിളിക്കാറുള്ളത്. പക്ഷെ കൊച്ചമ്മാവിന്റെ കാര്യത്തിൽ തലേണ മന്ത്രമല്ല, അമ്മായിയമ്മയുടെ മന്ത്രമോ ഫലിച്ചത്. അതുകൊണ്ട് കൊച്ചമ്മാവിനെ പെൺകോന്തനെന്നല്ല, അമ്മായിയമ്മ കോന്തനെന്നാ വിളിക്കേണ്ടത്. ഇല്ലെങ്കിൽ അന്ന് തന്നതിന്റെ ബാക്കി സുകുമാരൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് കിട്ടും. മുതലാളിയോ? സുകുമാരൻ മുതലാളി? ഏത് മുതലാളി? കരുണാലയത്തിൽ ഒരു മുതലാളിയെ ഉണ്ടായിരുന്നുള്ളൂ, കരുണാകര മുതലാളി, എന്റെ സ്നേഹിതൻ. അദ്ദേഹം മരിച്ചുപോയി. സുകുമാരൻ എങ്ങനെയാ മുതലാളിയാകുന്നത്? ഇങ്ങനെ മുതലാളി എന്ന് വിളിച്ച് കള്ളസ്നേഹം കാണിച്ച ഈ സ്ത്രീ കൊച്ചമ്മാവനെ പാട്ടിലാക്കിയത്. എന്റെ മകൾ മിണ്ടും, പക്ഷെ നിങ്ങൾ വായടച്ചു വെക്കണം. ഞാൻ എന്റെ ക്ഷമയുടെ നെല്ലിപ്പലകയും കണ്ടു കഴിഞ്ഞു. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞേ മതിയാവും. ഞാനും എന്റെ കൊച്ചേട്ടനും ഞങ്ങളുടെ സ്വത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നളിനി സംസാരിക്കട്ടെ, ഞാൻ കേൾക്കാം. നളിനി കൊച്ചേട്ടന്റെ ഭാര്യയാണ്.
സുശീല പറഞ്ഞത് ന്യായം. സുകുമാരന് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒന്നുകിൽ ഇയാൾക്ക് പറയാനുള്ളത് എഴുതി തരട്ടെ, ഇല്ലെങ്കിൽ സുകുമാരന്റെ ഭാര്യ സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കുന്നതാണ് സുകുമാരൻ മുതലാളിക്ക് ഇഷ്ടം. നിങ്ങൾ ഈ മുതലാളി എന്നുള്ള വിളി ആദ്യം ഒന്ന് നിർത്ത്. സ്വന്തമായി പണം സമ്പാദിക്കുന്നവനും പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് അധ്വാനത്തിലൂടെ ഇരട്ടിപ്പിക്കുന്നവനുമാണ് മുതലാളിയാവുന്നത്. സുകുമാരൻ എന്ത് സമ്പാദിച്ചു? ഈ വീട്ടിൽ സുകുമാരന് അവകാശമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അത് അയാൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ? അല്ല, ദാനം കിട്ടിയതാണ്. ദാനം ദാനം വാങ്ങുന്നവനല്ല, കൊടുക്കുന്നവനാണ് മുതലാളി. ഈ സ്വത്തുക്കൾ കരുണാകരൻ മുതലാളിയും അദ്ദേഹത്തിന്റെ അച്ഛൻ ദാമോദരൻ മുതലാളിയും സമ്പാദിച്ചതാണ്. സുകുമാരൻ റമ്മി നാരായണൻ എന്ന് പറയുന്ന ചൂതുകളി ഭ്രാന്തന്റെ മകനാണ്. സുശീല ക്ഷമിക്കണം. ഈ സ്ത്രീയുടെ കണ്ണു തെളിയണമെങ്കിൽ സത്യം പറയാതെ നിവൃത്തിയില്ലല്ലോ. എന്റെ സ്നേഹിതനായ കരുണാകരൻ മുതലാളി മുഴുക്കുടിയനും ദൂർത്തനുമായ റമ്മി നാരായണനെ തല്ലി ഓടിക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ കരുണാകരൻ മുതലാളിക്ക് അച്ഛൻ വഴി കിട്ടിയ സമ്പത്ത് മുഴുവനും രണ്ടാനച്ഛനായ റമ്മി നാരായണൻ ചീട്ടുകളിച്ചും മദ്യപിച്ചും ഉത്സവം നടത്തിയും നശിപ്പിക്കുമായിരുന്നു. സുകുമാരൻ മുതലാളി ഈ കള്ളം വക്കീല് സുശീലയുടെ ആളാ. ഇങ്ങേര് മുതലാളിയുടെ തന്തയ്ക്ക് പറയുന്നത് കേട്ട് ഇങ്ങനെ മിണ്ടാതിരുന്നാലോ? ഈ നാട്ടില് വക്കീലായിട്ട് ഇങ്ങേര് മാത്രമേ ഉള്ളൂ. പോകാൻ പറ. നമുക്ക് വേറൊരു വക്കീലിനെ കണ്ടുപിടിക്കാം. പിന്നെ അങ്ങനെ തന്നെ നല്ല ഒരു വക്കീലിനെ കൊണ്ട് അങ്ങ് കോടതിയിലോട്ട് വന്നേരെ, അവിടെ വെച്ച് കാണാം. സുശീലേ, ഞാൻ പോകുന്നു. സർ പ്ലീസ്, അമ്മ ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. അകത്ത് പോകാൻ പറഞ്ഞാൽ അനുസരിച്ചോണം. എന്റെ ഭർത്താവിന്റെ കുടുംബ വക്കീല അദ്ദേഹം. അമ്മയ്ക്ക് അദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കാൻ യാതൊരു അവകാശവും ഇല്ല. അവകാശമില്ലെന്നോ? ഉണ്ടടി, എനിക്ക് അവകാശമുണ്ട്. അകത്ത് പോകാനാ പറഞ്ഞത്. പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? ഒരു മകൾ അമ്മയോട് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ എനിക്ക് ചെയ്യേണ്ടി വരും. നീ എന്നെ അടിക്കോ? എടി അടിക്കോന്ന്? ചിലപ്പോ എനിക്ക് അതും ചെയ്യേണ്ടി വരും. അടിക്കടി, എടി അടിക്കടി. അത്രക്കായോടി? തിരിച്ചടിക്കടി എന്നെ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അടിക്കാൻ. സുകുമാരൻ മുതലാളി മാറ്. എനിക്ക് തെറ്റുപറ്റി. ഞാൻ ഈ വിവാഹം കഴിക്കാനേ പാടില്ലായിരുന്നു. ഇവളെ ഇന്ന് ഞാൻ. സുശീല, ഞാൻ പറയുന്നത് മനസ്സിൽ വയ്ക്കുക. വിശാലാക്ഷി അമ്മാൾ അവരുടെ മഹാമനസ്കത കൊണ്ട് ഭർത്താവ് അവരുടെ പേരിൽ എഴുതി വെച്ച സ്വത്ത് അദ്ദേഹത്തിന്റെ സഹോദരിമാർക്കായി ഭാഗിച്ചു തന്നു. സുകുമാരന് പ്രത്യേകമായി സ്വത്തുണ്ടെന്ന് ഭാഗപത്രത്തിൽ പറഞ്ഞിട്ടില്ല. സുകുമാരനെ മരണം വരെ സംരക്ഷിക്കാനുള്ള ചുമതല സുശീലയ്ക്കുണ്ട്. അല്ലാതെ വിശാലാക്ഷി അമ്മാൾ എഴുതുന്ന സ്വത്ത് രണ്ടായി പകുത്ത് ഒരു ഭാഗം സുകുമാരന് കൊടുക്കണമെന്ന് ഭാഗപത്രത്തിൽ ഒരിടത്തും വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് സുകുമാരൻ അമ്മായിയമ്മയും അവരുടെ വക്കീലിനെയും കൊണ്ട് കോടതിയിലോട്ട് വരട്ടെ. സർ, ആ സ്ത്രീ വിവരക്കേടെ പറയും. പക്ഷേ ഞാൻ കൊച്ചേട്ടനെ വഞ്ചിച്ചുവെന്ന് കൊച്ചേട്ടനും നാട്ടുകാർക്കും തോന്നരുത്. എല്ലാറ്റിനും ഉപരിയായി മനസാക്ഷി എന്നൊന്നുണ്ടല്ലോ. എനിക്ക് കിട്ടിയ നേർപകുതി സ്വത്ത് കൊച്ചേട്ടന് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് സുശീലയ്ക്ക് നിയമപരമായിട്ടുള്ള അധികാരമില്ല. നാളെ വിശാലാക്ഷി അമ്മാൾക്ക് സുശീലയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാം. ഞാൻ ചേട്ടത്തിയോട് സംസാരിച്ചോളാം. എന്റെ മനസ്സ് ചേട്ടത്തിക്കറിയാം. സ്വത്ത് മോഹിച്ചല്ല ഞാൻ ഈ വിവാഹം കഴിച്ചത്. എനിക്ക് ഭാഗം വയ്പിൽ താല്പര്യമില്ല. ആത്മാർത്ഥമായിട്ട് പറയുകയാണോ അതോ വെറും ഡിപ്ലോമസിയോ? ഞാൻ ആത്മാർത്ഥമായി തന്നെയാണ് പറയുന്നത്. സ്വത്തൊന്നും ഇപ്പൊ രണ്ടാക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോകാൻ ഒരു ഇടവും ഇല്ല. ഞാൻ ഇറക്കി വിട്ട വക്കീൽ സാറിന്റെ മുമ്പിൽ ന്യായം പറയുന്നവർക്ക് റോഡിലിറങ്ങി തെണ്ടാനേ കഴിയൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് കിടക്കാനൊരിടവും ജീവിക്കാനുള്ള ഭക്ഷണവും മാത്രം കിട്ടിയാൽ മതി.
എനിക്കൊരു ജോലി ഉണ്ടായിരുന്നത് ഞാൻ വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എടി നിന്നോട് ആരാ അഭിപ്രായം ചോദിച്ചത്? അമ്മയ്ക്ക് ഈ വീട്ടിലെ മുറി കിടക്കണോ അതോ തെരുവിലിറങ്ങി തെണ്ടണോ? എടി, എന്താ വേണ്ടെന്ന് വെച്ചാൽ അമ്മ തന്നെ തീരുമാനിക്കും. വക്കീൽ സാറേ, എന്റെ അച്ഛനേക്കാൾ ഉപരി ഞാൻ കൊച്ചമ്മാവനെ സ്നേഹിച്ചിരുന്നു. പക്ഷെ ഈ കൊച്ചമ്മാവനോടൊപ്പം ഒരേ ഡൈനിങ് റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് സാധ്യമല്ല. അത്രമാത്രം വെറുത്തുപോയി ഞാൻ ഈ മനുഷ്യനെ. ഈ കല്യാണം നടന്നത് ഞാൻ കാരണമാണ്. അതുകൊണ്ട് കൊച്ചമ്മായിയും അവരുടെ മകളെയും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മനസ്സ് കളകുന്നു. പിന്നെ ഈ കുടുംബം രണ്ടാവുന്നതിൽ എന്താണ് തെറ്റ്? ആ, താൽക്കാലികമായി ഒരു അറേഞ്ച്മെന്റ് നമുക്കിപ്പോൾ ഉണ്ടാക്കാം. ഫൈനൽ ഡീഡ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എനിക്ക് വിശാലാക്ഷമാരുമായിട്ടൊന്ന് ആലോചിക്കണം. അതിന് അവരെ കാണുന്നത് വരെ കാത്തിരുന്നേ മതിയാവൂ. എന്നാ ഞാൻ ഇറങ്ങുന്നു. അപ്പോ കരുണാരം മുതലാളിയുടെ അച്ഛനും സുകുമാരൻ മുതലാളിയുടെ അച്ഛനും ഒരാളല്ല അല്ലേ? ഛേ, എല്ലാം എന്നോട് പറഞ്ഞ ആ പാൽക്കാരി നാരായണി ഇത് മാത്രം പറഞ്ഞില്ലല്ലോ. ഈ വീട് മുഴുവൻ അങ്ങോട്ട് മാറ്റാനാണോ അമ്മയുടെ ഭാവം? കാറിന്റെ ഡിക്കിയിൽ മുഴുവൻ അരിയും പ്രൊഫഷൻസും ആണെന്ന് സുനിൽ പറഞ്ഞല്ലോ. നിനക്ക് ജോലിക്ക് പോയി തുടങ്ങണ്ടേ? കുഞ്ഞിനെ നോക്കണ്ടേ? ഇതിനിടെ കടയിൽ പോകാനും മറ്റും എവിടെയാ സമയം? സുനിൽ പറഞ്ഞതുപോലെ ഒരുപാടൊന്നുമില്ല. 1-2 ആഴ്ചത്തേക്കെങ്കിലും നീ ബുദ്ധിമുട്ടരുത്. അതിനാവശ്യമുള്ള സാധനങ്ങളെ അമ്മ വാങ്ങിയിട്ടുള്ളൂ. എനിക്ക് വേണ്ടി അമ്മ എത്ര രൂപ ചെലവാക്കി? ഞാൻ പണം തന്നാ അമ്മ പിന്നെ മതിയെന്ന് പറയുകയും ചെയ്യും. ഇപ്പം നീ എൻ്റെ മകളാണ്. അമ്മയും മകളും തമ്മിൽ കണക്ക് പറയാൻ പാടില്ല. പിന്നെ മതിയെന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല. പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കാലശേഷമെന്നാണ്. പ്രഭയ്ക്കറിയാലോ, ഈ പ്രായത്തിനിടയിൽ സുനിൽ 4-5 ഉദ്യോഗം നോക്കി. ഒരിടത്തും അവൻ ഉറച്ചു നിന്നില്ല. അത് കഴിഞ്ഞ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിൻ്റെ വാക്ക് കേട്ട് കയ്യിലിരുന്ന പണവും കോമളത്തിൻ്റെ അച്ഛൻ കൊടുത്ത 5 ലക്ഷം രൂപയും ഷെയർ ബിസിനസ്സിലിറക്കി. അവൻ വിശ്വസിച്ച 2 കമ്പനികളും തകർന്നു. ഇനി അത് എന്നു പൊങ്ങുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് ഞാൻ പെട്ടെന്നെങ്ങാനും മരിച്ചുപോയാൽ നീ സുനിലിനെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്മ ഇങ്ങനെ സംസാരിക്കാമോ? അമ്മ മരിക്കുന്ന കാര്യം എനിക്ക് സങ്കല്പിക്കാൻ പോലും വയ്യ. എന്റെ ജീവിതത്തിൽ അമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ വന്നതിന് ശേഷം. സത്യം പറഞ്ഞ അമ്മയെ വിട്ടുപോകാൻ എനിക്ക് ഇഷ്ടമല്ല. സുനിലിനെ പോലെ അൺകണ്ടീഷണലായി പെങ്ങളെ സ്നേഹിക്കുന്ന ഒരാങ്ങളെ എവിടെ കിട്ടും? ഇഷ്ടമില്ലെങ്കിൽ നീ എന്തിനാ പോകുന്നത്? മാറണമെന്ന് നിർബന്ധം പിടിച്ചത് നീ തന്നെയല്ലേ? നീ ഇവിടെ തന്നെ താമസിക്കേ. കോമളം കൂടി ഇങ്ങ് വന്നാ വീട് നിങ്ങളെ 2 പേരെ ഏൽപ്പിച്ച് എനിക്കെൻ്റെ തീർത്ഥയാത്രകൾ തുടരാമല്ലോ. അത് വേണ്ട. കോമളത്തിന്റെ മനസ്സ് മാറിയ സമയം. ഇനിയൊരു പരീക്ഷണം കൂടി വേണ്ട. ഞാൻ മാറുന്നത് തന്നെയാ നല്ലത്. അമ്മ കൂടെ അങ്ങോട്ട് വരണം. അതും തീർത്ഥയാത്രയുടെ ഭാഗമാണെന്ന് കരുതണം. അത് നീ പറയേണ്ട കാര്യമുണ്ടോ മോളെ? നിന്നെ ഈ കൊച്ചുമോളെയും കാണാൻ തീർച്ചയായും ഞാൻ വന്നിരിക്കും. നീ പറഞ്ഞ പോലെ നിന്റെ വാടക വീടും ഇനി എനിക്കൊരു ക്ഷേത്രം തന്നെ. ഇറങ്ങാം, സമയമായി. വാ, രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം.
ഒരു 5 മിനിറ്റ് കൂടി താമസിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പോയേനെ. സമയമായി മോളെ. രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് ആ വീട്ടിൽ ചെന്ന് കയറണം. അതിനെന്താ, ഞാനും വരുന്നു. സുനില് മുൻ സീറ്റിലിരിക്കട്ടെ, നമുക്ക് 3 പേർക്ക് ബാക്ക് സീറ്റിലിരിക്കാമല്ലോ. പ്രഭ താമസിക്കാൻ പോകുന്ന പുതിയ വീട് എനിക്കും കാണണ്ടേ? ഇത് കണ്ടില്ലേ അമ്മേ? ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയത് മുതൽ സുനില് ചിരിയോട് ചിരി. എന്നെ കളിയാക്കാനാ? അവന്റെ അച്ഛനും ഉണ്ടായിരുന്നു ഈ ചിരി. മോളൊരു കാര്യം ചെയ്, അവനെ നോക്കി നീയും ചിരിച്ചോണ്ടിരിക്കെ. ഭർത്താവും ഭാര്യയും ചിരിക്കുന്നല്ലേ നല്ലത്. ഒരാളുടെ ചിരി മറ്റൊരാളെ കരയിക്കാനാകരുതെന്ന് മാത്രം. നീ വിഷമിക്കാതെ മോളെ. ഒരു ദിവസം നിന്റെ ഭർത്താവ് നിന്നെ തേടി വരും. ഈ കുഞ്ഞിന്റെ മുഖത്തെ പ്രകാശം അതാണ് എന്നോട് പറയുന്നത്. വാ കേറ്.